എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് വേണ്ടി മാത്രം കുറെ കലാലയങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നത്? ലോകത്ത് ഒരുപാട് സ്പീഷീസ് ഉണ്ടല്ലോ, ഒരുപാട് ജീവവർഗങ്ങളുണ്ടല്ലോ. ആ ജീവവർഗങ്ങൾക്കൊന്നും പ്രത്യേകമായ കലാലയങ്ങൾ ഉണ്ടാക്കി അവിടെ വെച്ച് പ്രത്യേകമായ പഠനങ്ങളോ പാഠങ്ങളോ നൽകുന്നത് നമ്മൾ കാണുന്നില്ല. എന്നിട്ടും അവ സുഖകരമായി ഒരു പ്രശ്നവുമില്ലാതെ സാറ് പറഞ്ഞതുപോലെ സാറിനെ പോലെയുള്ള സംതൃപ്തമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ അവയിൽ നല്ല ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ ജീവവർഗങ്ങളുണ്ട്. ബീവറിനെ പോലെയുള്ള മാത്തമാറ്റിക്കലി അക്യുറേറ്റ് ആയ ജീവവർഗങ്ങളുണ്ട്. തേനീച്ചയെ പോലെയുള്ള കെമിക്കലി അഡ്വാൻസ്ഡ് ആയ ജീവവർഗങ്ങളുണ്ട്. ഉറുമ്പിനെ പോലെയുള്ള ഫിസിക്കലി അഡ്വാൻസ്ഡ് ആയ ജീവവർഗങ്ങളുണ്ട്. വവ്വാലിനെ പോലെയുള്ള. അവയെല്ലാം അവയുടെ ജന്മവാസനയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഒരു കുഴപ്പവുമില്ല. പിന്നെ എന്തിന് നമുക്ക് വേണ്ടി മാത്രം കലാലയങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നു? എന്തുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രം പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാക്കേണ്ടി വരുന്നു? മതമുള്ളത് കൊണ്ടാണോ? ദൈവമുള്ളത് കൊണ്ടാണോ? ദൈവവിശ്വാസമുള്ളത് കൊണ്ടാണോ? ജീവവർഗങ്ങൾക്കൊന്നും അങ്ങനെയൊന്നുമില്ല എന്നാണല്ലോ വെപ്പ്. തീർച്ചയായും കാട്ടിൽ ഒരുപാട് ജീവവർഗങ്ങൾ, ദശലക്ഷക്കണക്കിന് സ്പീഷീസുകൾ. ആ ജീവവർഗങ്ങളിൽ എല്ലാം അവിടെ ഒരു പ്രത്യേക അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവ തിന്നും കൊന്നും പരസ്പരം സഹകരിച്ചും ജീവിക്കുന്നു. അവിടെ ഒരു പോലീസ് വേണ്ടി വന്നിട്ടില്ല, അവിടെ ഒരു പട്ടാളം വേണ്ടി വന്നിട്ടില്ല, അവിടെ ഒരു നിയമകൂടം വേണ്ടി വന്നിട്ടില്ല, അവിടെ ഒരു ഭരണകൂടം വേണ്ടി വന്നിട്ടില്ല, അവിടെ ഒരു കോടതിയോ സാറെപ്പോലെ പ്രൊഫസർമാരോ ഒന്നും വേണ്ടി വന്നിട്ടില്ല. എന്നിട്ടും അവിടെ ഒരു ക്രമസമാധാന പ്രശ്നവുമില്ല. കടലിൽ ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങളുണ്ട്. ഇതേപോലെ തന്നെ അതിസങ്കീർണമാണ് കടലിലെ ആവാസ വ്യവസ്ഥ പോലും. ആ ആവാസ വ്യവസ്ഥയിൽ പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സംവിധാനങ്ങൾ ഒന്നുമില്ലാഞ്ഞിട്ടും അവിടെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ മനുഷ്യനിലോ? സാറൊന്ന് പറയണം. മനുഷ്യനിൽ ഇതേപോലെ സാറ് ഉപയോഗിച്ച അതേ യുക്തി ഉപയോഗിച്ച് ഞാൻ തിരിച്ചു പറയാം. നമുക്ക് പറയാമല്ലോ, എന്തിന് പോലീസ് സ്റ്റേഷനുകൾ, എന്തിനാണ് കോടതികളും മറ്റ് സംവിധാനങ്ങളുമെല്ലാം? മനുഷ്യനും ഒരു ജീവവർഗമല്ലേ? മനുഷ്യനും ഒരു ജീവവർഗം, ഹോമോസാപ്പിയൻ എന്ന വർഗം. ആ ജീവവർഗം ഒരു ആൾക്കുരങ്ങിന് രൂപവ്യത്യാസം വരികയും നട്ടെല്ല് നിവരുകയും പിന്നെ അതിന്റെ വാല് പോവുകയും താടിയലിന് ആകൃതി വ്യത്യാസം ഉണ്ടാവുകയും തലച്ചോറിനൊരൽപ്പം വളർച്ചയുണ്ടാവുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ജീവവർഗം. എങ്കിൽ എന്റെ മനുഷ്യന് മാത്രം ഇതെല്ലാം വേണ്ടി വന്നൊരു സാമൂഹ്യ ജീവിതത്തിന്? അവിടെയാണ് മനുഷ്യന്റെ ചില സവിശേഷതകൾ സാറ് പറഞ്ഞാലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അംഗീകരിച്ചേ മതിയാകും. അത് മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിന്, ആ സാമൂഹ്യ ജീവിതത്തിന്റെ താളപ്പൊരുത്തത്തിന് തീർച്ചയായും ചില നിയമങ്ങൾ അനിവാര്യമാണ് എന്നുള്ള സത്യം അംഗീകരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ സാറ് പറഞ്ഞതുപോലെ പിന്നെ ഇവിടെ സാറ് പറഞ്ഞതുപോലെ ജീവിക്കുന്ന ആളുകൾ, ആ ജീവിക്കുന്ന ആളുകൾ എന്ന് പറയാവുന്ന ആളുകളുടെ മനസ്സ് കീറി നോക്കി അവരുടെ മനസ്സിനകത്ത് എന്തുണ്ട് എന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവൊന്നും നമുക്കില്ല. പക്ഷേ ഒരു സാധാ മനുഷ്യജീവിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യജീവിയുടെ സവിശേഷതകൾ മനുഷ്യന്റെ വർത്തന ശാസ്ത്രം പറഞ്ഞു തരുന്നുണ്ട്. മനുഷ്യന്റെ കർമ്മങ്ങളുടെ സവിശേഷതകളെ പറഞ്ഞു തരുന്നുണ്ട്. മനുഷ്യങ്ങളുടെ ചെയ്തിയുടെ സവിശേഷതകളെ പറഞ്ഞു തരുന്നുണ്ട്. ആ ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഗ്രന്ഥത്തിലുള്ളതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഫ്രീഡം ഫ്രം അൺനോൺ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ലോകത്ത് വിവരം പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാണ് സകല കുഴപ്പത്തിനും കാരണമെന്നാണ്. അറിഞ്ഞതിൽ നിന്നുള്ള മോചനം, ഫ്രീഡം ഫ്രം നോൺ എന്നുള്ള ഗ്രന്ഥത്തിൽ, അറിഞ്ഞതിൽ നിന്നുള്ള മോചനം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ് ലോകത്തിലെ സകല കുഴപ്പങ്ങൾക്കും കാരണമെന്നാണ്. ജിദ്ദുവിന്റെ പുസ്തകത്തെ തന്നെ എടുത്തുകൊണ്ട് ഞാനോട് ചോദിക്കട്ടെ, സാകൾ എങ്കിൽ ജിദ്ദു കൃഷ്ണമൂർത്തി പറയുന്നതാണ് ശരിയെങ്കിൽ സാറ് ചെയ്യുന്നത് ഏറ്റവും വലിയ അടിമത്വത്തിനു വേണ്ടിയുള്ള ഒരു വിടുപണിയാണ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണുള്ളത്? അതിൽ ഫിലോസഫർമാർക്ക് പലതും പറയാം. പക്ഷെ പച്ചയായ ജീവിതം, ആ ജീവിതത്തിൽ ചില
ചില ഡൂസ് ആൻഡ് ഡു നോട്ട്സ് മനുഷ്യർ അനുസരിക്കേണ്ടതുണ്ടോ ഇല്ലേ? ഇതാണ് പ്രശ്നം. സാറ് പറഞ്ഞു സാറ് വീടി പോലും വലിച്ചിട്ടില്ല, എന്തിനു വലിക്കാതിരിക്കണം? സാറ് കള്ള് കുടിച്ചിട്ടില്ല, എന്തുകൊണ്ട് കുടിക്കാതിരിക്കണം? സാറ് വ്യഭിചരിച്ചിട്ടില്ല, എന്തുകൊണ്ട് ചെയ്യാതിരിക്കണം? മറ്റൊരാൾ ഇതേ യുക്തി ഉപയോഗിച്ച് അയാൾ പറയുന്നു ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിക്കേണ്ടതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ട് സാറ് ചെയ്യാതിരിക്കുകയും അയാൾ ചെയ്യുകയും ചെയ്യണം? ഇവിടെയാണ് മതം എന്നത് പ്രസക്തമാകുന്നത്. മതം എന്നാൽ സാറ് വിചാരിച്ചതുപോലെ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു കേവലമായ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. മറിച്ച് മതത്തെ ഇസ്ലാം പറയുന്നത്, ഇസ്ലാമിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ടാണല്ലോ ഞാൻ സംസാരിക്കേണ്ടത്. ഇസ്ലാം പറയുന്നത് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മനുഷ്യന് മാത്രമുള്ള സവിശേഷതയായ സ്വാതന്ത്ര്യം, അത് രണ്ട് തലത്തിലും ഉപയോഗപ്പെടുത്താൻ മനുഷ്യർക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ മനുഷ്യന് ചില ഗൈഡൻസ് ആവശ്യമുണ്ട് എന്നാണ്. ഒന്നുകൂടി വിശദമാക്കാം. ഞാനിവിടെ നേരത്തെ കുറെ ജീവികളെ എടുത്തു പറഞ്ഞു. ഞാനത് പറയാൻ സാറുടെ വാദത്തെ പൊളിക്കുക എന്ന ലക്ഷ്യത്തിലല്ല, മറിച്ച് എന്തിനു മതം എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമായിക്കൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത്. എന്താന്ന് വെച്ചാൽ ഒരുപാട് ജീവവർഗങ്ങൾ ലോകത്തുണ്ട്. ആ ജീവവർഗങ്ങളെല്ലാം ചെയ്യുന്ന പണി എന്താ? അവ തിന്നുന്നു, അവ കുടിക്കുന്നു, അവക്ക് അവരുടേതായ രസമുണ്ട്, അവ രമിക്കുന്നു. അതെ, അവർക്ക് തീരുമാനിക്കപ്പെട്ട ഒരു ജീവിതം അവ ജീവിക്കുന്നു, അവസാനിച്ചു പോകുന്നു. ഈ കാര്യം തന്നെയാണ് മനുഷ്യനും ലോകത്ത് ചെയ്യുന്നുള്ളൂ. വേറെയൊന്നും വ്യക്തി എന്നുള്ള നിലക്ക് ആരും ഒന്നും ചെയ്യുന്നില്ല. തിന്നുന്നു, കുടിക്കുന്നു, രസിക്കുന്നു, രമിക്കുന്നു, വേറെന്താണ്? അതിനപ്പുറത്ത് എവിടെയാണ് മനുഷ്യന്റെ സവിശേഷത? എന്താണ് മനുഷ്യന് മാത്രം ചില നിയമങ്ങൾ ആവശ്യം വന്നത് എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു ജീവവർഗങ്ങൾ എല്ലാം സ്വതന്ത്രമാണ്. അതുകൊണ്ട് പ്രകൃതിക്ക് ഒരു കുഴപ്പമില്ല. ഒരു പ്രകൃതി ശാസ്ത്രജ്ഞന്റെ വീക്ഷണത്തിൽ എടുത്തു നോക്കുക, ജീവവർഗങ്ങൾ മനുഷ്യൻ ഈ ഭൂമിയിൽ വരുന്നതിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ അതിഭീമാകാരന്മാരായ ദിനോസറുകളെ പോലെയുള്ള മാമോത്തുകളെ പോലെയുള്ള ജീവികൾ ഉണ്ടായിരുന്നു എന്നാണ് നരവംശാസ്ത്രം പറയുന്നത്. എങ്കിൽ അവയെല്ലാം തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും ഇവിടെ കഴിഞ്ഞുപോയി. പക്ഷേ ഭൂമിയുടെ ഒരു ഓസോൺ പാളിക്ക് ഒരു തുളയുണ്ടാക്കാൻ മനുഷ്യനെ കഴിഞ്ഞുള്ളൂ. എന്തുകൊണ്ട്? എന്തേ അവക്ക് കഴിയാതിരുന്നത്? മനുഷ്യന് ചെയ്യുന്നത് അത്രയേ ഉള്ളൂ. എന്തേ മനുഷ്യന് മാത്രം കഴിയുന്നത്? ബാക്കി ജീവികൾ ഞാൻ പറഞ്ഞു, ആ ജീവികളുടെ ലോകത്തൊരു കുഴപ്പമില്ല, അവ സർവതന്ത്ര സ്വതന്ത്ര. പിന്നെ ഈസോപ്പ് കഥകളിലും പഞ്ചതന്ത്രം കഥകളിലും അറബി കഥകളിലും മാത്രമുള്ളത് രാജാവും രാജാവായ സിംഹവും മന്ത്രിയായ കുറുക്കനുള്ളത്. അവിടെ പോയാലും ഒരു മന്ത്രിയില്ല, ഒരു കുറുക്കനുമില്ല. എന്താ, അവയെല്ലാം ജീവിക്കുന്നു. പക്ഷേ അവിടെ വല്ല കുഴപ്പമുണ്ട്, വല്ല ക്രമസമാധാന പ്രശ്നത്തിനും ഒരു 144 പാസ്സാക്കേണ്ട ഒരു ഗതികേട് ഒരു കാട്ടിലും ഉണ്ടായിട്ടില്ല. എന്നാ മനുഷ്യൻ തിരിച്ചു നോക്കാം. നമുക്ക് മനുഷ്യനെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോട്, ഒരു മതം വേണ്ട, നിങ്ങൾ മതമെല്ലാം മനസ്സിൽ ഒഴിവാക്കിക്കോളൂ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും പറയുന്നു, ഒരു 5 മിനിറ്റ് ലോകത്തുള്ള ആളുകൾക്കെല്ലാം ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം. 5 മിനിറ്റ് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം എന്ന് ലോകം തീരുമാനിക്കുകയും ലോകത്ത് മുഴുവൻ രാഷ്ട്രഘടനകൾ തീരുമാനിക്കുകയും ചെയ്താൽ എന്താ സംഭവിക്കുക? 6ാമത്തെ ഒരു മിനിറ്റ് ഉണ്ടാവില്ല. കാരണം 5000 ഭൂമികളെ നശിപ്പിക്കുവാൻ ആവശ്യമായ ആയുധങ്ങളുള്ള സ്വിച്ചിന്റെ ചോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തേ മനുഷ്യന് മാത്രം അങ്ങനെയായി? എന്തേ മനുഷ്യന് മാത്രം തകർച്ചയുണ്ടായി? നാഗരികതകൾ ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയുമോ? മറ്റു ജീവികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ബീവർ വീടുണ്ടാക്കണമെങ്കിൽ കുറെ കാലായി, അല്ലെ? തേനീച്ച പിന്നെ അവയുടെ ജോമെട്രിക്കൽ അക്യുറസിയോട് കൂടി തന്നെ അവയുടെ കൂടുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങളായി. പക്ഷെ അവയൊന്നും നാഗരികതകൾ സൃഷ്ടിച്ചിട്ടില്ല. നാഗരികതകൾ സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിയുന്നു. അതോടൊപ്പം തന്നെ നശിപ്പിക്കാൻ നമ്മുടെ ഭൂമിയെ മാത്രമല്ല ആകാശഗോളങ്ങളെ പോലും നശിപ്പിക്കാൻ മനുഷ്യന് കഴിയുന്നു. എന്താ മനുഷ്യന്റെ സവിശേഷത? ഇവിടെയാണ് സവിശേഷത കേവലമായ ബുദ്ധിയും സയന്റിഫിക് അഡ്വാൻസ്മെന്റും മാത്രമല്ല. ഈ സയന്റിഫിക് അഡ്വാൻസ്മെന്റും ബുദ്ധിയും എല്ലാം ഉണ്ടാകുന്നത് മനുഷ്യന് മാത്രം നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് എന്ന് മതം പറയുന്നത്. മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം ഭൗതിക കാര്യങ്ങളിലുള്ളത് നമ്മൾ അനുഭവിക്കുന്നതാണ്. സാറുടെ പ്രത്യേക വിഷയം പഠിച്ചു, പ്രൊഫസറായി ലെക്ചറായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരാൾ മറ്റൊരു വിഷയം പഠിച്ചു, അയാൾ എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറൊരാൾ മറ്റൊരു വിഷയം പഠിച്ചു, അയാൾ ഡോക്ടറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു.
മറ്റൊരാൾ IAS ഓഫീസർ ആകുന്നു. ഈ സ്വാതന്ത്ര്യം മനുഷ്യന് മാത്രമുള്ളതാണ് ഭൗതിക ലോകത്ത്. ബീവറിയാകാൻ കഴിയൂ. അവന്റേതായ കൂടുണ്ടാക്കാൻ അവൻ ആരും പഠിപ്പിക്കേണ്ട. പക്ഷെ അതല്ലാത്തൊരു കൂടുണ്ടാക്കാൻ അവൻ ആരും പഠിപ്പിച്ചിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞു, ഷഡ്ഭുജാകൃതിയുള്ള കൂട് നിർമ്മിക്കാൻ, കൃത്യതയോടുകൂടി നിർമ്മിക്കാൻ നമ്മുടെ തേനീച്ചക്ക് കഴിയും. പക്ഷെ ആ ഷഡ്ഭുജത്തിന്റെ കൃത്യത അത് ഒരു സ്ക്വയർ ആക്കാൻ പറഞ്ഞാൽ തേനീച്ചക്ക് അത് കഴിയില്ല. ഇവിടെ ഭൗതിക രംഗത്ത് നമ്മുടെ സെലക്ഷൻ ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ നിയമങ്ങളും ജീവികളുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ജീവികൾക്ക് ആവശ്യമായ നന്മയും തിന്മയും അവയുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ അതല്ല. മനുഷ്യന് നന്മ എന്ത് എന്ന് അന്വേഷിക്കണം, തിന്മ എന്ത് എന്ന് നോക്കണം, അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യം ചെയ്യണം. അവിടെയാണ് നന്മയും തിന്മയും എന്ത് എന്ന് മനുഷ്യനെ ആര് പഠിപ്പിക്കുമെന്ന ചോദ്യമുണ്ടാകുന്നത്. ഇതാണ് മതം കടന്നു വരുന്നത്. അവിടെയാണ്. അവിടെ മതം പറയും, ഇസ്ലാം പറയും, മനുഷ്യനെ നന്മ തിന്മകൾ പഠിപ്പിക്കേണ്ടത് മനുഷ്യനെ ആര് സൃഷ്ടിച്ചുവോ അവൻ തന്നെയാണ് എന്നാണ്. മനുഷ്യന് ചുറ്റുമുള്ള ജീവികളിലെല്ലാം ഒരു കൃത്യമായ മാർഗദർശനം നമ്മൾ കാണുന്നു. ഇതേ ജീവികൾക്കെല്ലാം നൽകിയ മാർഗദർശനം ആരിൽ നിന്നാണോ അവൻ തന്നെയാകണം മനുഷ്യനും മാർഗദർശനം നൽകേണ്ടത് എന്ന് മതം പറയും. അങ്ങനെയാണ് ഇസ്ലാം പറയുക. ആ മാർഗദർശനം സ്രഷ്ടാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മാർഗദർശനത്തിനാണ് ഇസ്ലാം മതം എന്ന് പറയുക. ആ മതം അനുസരിച്ച് ജീവിക്കുന്നവരിൽ മാറ്റം ഉണ്ടാകും. ആ മതം അനുസരിച്ച് ജീവിക്കുന്നവരിൽ മാറ്റം ഉണ്ടാകും. തീർച്ചയായും മതം അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നവരിൽ മാറ്റം ഉണ്ടാകില്ല. അത് സ്വാഭാവികമാണ്. മനുഷ്യന് ഈ സെലക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ മതം എന്നത് ഒരാളെ വളരെ കൃത്യമായി ഒരു ചട്ടക്കൂടി നിർത്തിയിട്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്ന ഒരു പണിയല്ല. മതം മനസ്സിൽ സ്വീകരിക്കപ്പെട്ട് ആ സ്വീകരിക്കപ്പെട്ട മാനസികാവസ്ഥയുള്ള ശരീരത്തിൽ പ്രവർത്തനക്ഷമമാകുന്ന ഒരാശയമാണ് മതം. അവിടെ ഈ മതമെല്ലാം ഉണ്ടായിട്ടും എന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഈ പോലീസ് സ്റ്റേഷൻ എല്ലാം ഉണ്ടായിട്ടും എന്താ ഇങ്ങനെ എന്ന് തിരിച്ചും ചോദിക്കാം. നിങ്ങൾക്ക് ചോദിക്കൂല, ഞാൻ ചോദിക്കുന്നു. എന്താ ഈ കലാലയങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടും കുട്ടികൾ ഇങ്ങനെ എന്ന് ചോദിക്കാം. അതുകൊണ്ട് കലാലയങ്ങൾ മുഴുവനും അടച്ചുപൂട്ടണം എന്നുള്ള ന്യായവും പറയാം. ഇവിടെയാണ് മതം മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത്. അത് അവരുടെ ഹൃദയത്തിന്റെ ആശയമായി തീരുമ്പോഴാണ്. അത് ഏത് മതമാണെങ്കിലും, ക്രിസ്തുമതമാണെങ്കിലും ഹിന്ദുമതമാണെങ്കിലും ഏത് മതമാണെങ്കിലും ആ ജീവിതത്തിന്റെ ആശയമായി തീരുമ്പോൾ, അവരുടെ ഹൃദയത്തിന്റെ ആദർശമായി തീരുമ്പോൾ തീർച്ചയായും മതം ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കും. പരിശുദ്ധ ഖുർആനിൽ ശ്രദ്ധേയമായ ഒരു അധ്യായമുണ്ട്. ആ അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: